ഹായ് ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് എവ്രി വൺ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ വെൽക്കം ടു വിനീസ് കിച്ചൺ അപ്പോൾ വീക്ക്ലി റൗണ്ട് അപ്പ് പാക്കലാമ അപ്പോൾ ഇന്ന് ഈ ആഴ്ച നടന്ന സംഭവമാണ് നമ്മൾ കാണിക്കുന്നത് ഒരു പിറന്നാളിൻ്റെ എന്താണ് പറയുക 60ാം പിറന്നാളിന് ഒരു മുത്തശ്ശന് എന്തൊക്കെയാണോ വിനീസ് കിച്ചണിൽ എൻ്റെ അടുത്തുനിന്ന് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതെല്ലാം ഉണ്ടാക്കി കൊടുത്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുത്തശ്ശന് വേണ്ടിയിരുന്നത് ഇടിയപ്പം, പിന്നെ നമ്മുടെ മാങ്ങാക്കറിയില്ലേ, റോ മാംഗോ വെജിറ്റബിൾ കറി, പിന്നെ എൻ്റെ ബീട്രൂട്ട് പച്ചടി ഭയങ്കര ഇഷ്ടമാണ്. അതേമാതിരി സക്കര പൊങ്കൽ, അവർ തമിഴാണ്, അതുകൊണ്ട് പ്രത്യേകം വിളിച്ച് പറഞ്ഞു, വിനി എനിക്കിതെല്ലാം താൻ വേണം, എനിക്ക് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ല, എനിക്കിന്ന് എൻ്റെ ഫുഡ് മാത്രമേ എനിക്ക് പുറത്തുനിന്ന് കഴിച്ചാലും വയറിന് കറക്റ്റായിരിക്കുള്ളൂ, അതുകൊണ്ട് തന്നെ നീ ഇതൊക്കെ കൊടുത്തയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ വിനീസ് കിച്ചണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മിനി മീൽസാണ്. അതിൽ മിനി മീൽസിൽ നമ്മൾ ബട്ടൺ ഇഡ്ഡലി, കല്യാണ കേസരി, അതായത് ബട്ടൺ ഇഡ്ഡലി നമ്മൾ സാമ്പാർ ഇഡ്ഡലിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മെതുവട ഒരു സെറ്റിലാണ് കേട്ടോ വരുന്നത്. മെതുവട വരും, സാമ്പാർ ഇഡ്ഡലി വരും, കേസരി വരും, അതേമാതിരി തന്നെ ഓണിയൻ ഉത്തപ്പം വരും. ഒക്കെ മിനി സൈസായിരിക്കും. അപ്പം മിനി താലിയാണ്, നമ്മൾ മിനി മീൽസ് താലിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല സൂപ്പറായിട്ടുള്ള രീതിയിൽ പണിയാരം, അതായത് നോർമലായിട്ടുള്ള പണിയാരം വരുന്നുണ്ട് അതിൽ. പിന്നെ സാമ്പാർ, ചട്നി, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ചട്നി, അതെല്ലാമാണ് അതിൽ വരുന്നുണ്ടായിരുന്നത്. സൂപ്പർ റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ എന്ത് വ്യത്യാസമായിട്ട് വിനീസ് കിച്ചണിൽ കൊടുക്കണം ഹോം മെയ്ഡായിട്ട് എന്ന് തോന്നുന്നതാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാറുള്ളത്. ആ പ്രസൻറ്റേഷൻ ചില സമയങ്ങളിൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള രീതിയിൽ പോവും, ചില സമയത്ത് മോഡറേറ്റ് ആയിരിക്കും. അപ്പോൾ വെജിറ്റബിൾ ഉപ്മ, പണിയാരം ആൻഡ് സോറി നല്ല ചുമയുണ്ട് എനിക്ക്. പണിയാരം, അതേമാതിരി തന്നെ നമ്മുടെ മെതുവട, ഇഡ്ഡലി സാമ്പാറിനുള്ള ഇഡ്ഡലി, അതേമാതിരി തന്നെ മിനി ഓണിയൻ ഉത്തപ്പം, പിന്നെ നമ്മുടെ കല്യാണ കേസരി, സാമ്പാർ, എല്ലാം കൂടിയിട്ടാണ് നമ്മുടെ ഇതിൽ വരുന്നത്. ടൊമാറ്റോ ചട്നി, മിൻറ്റ് ചട്നി, തക്കാളി ചട്നി, ഇതെല്ലാം കൂടിയിട്ടാണ് ഒരു സെറ്റായിട്ടുള്ള രീതിയിൽ വരുന്നത്. ഇത് സൂപ്പർ റെസ്പോൺസ് ആയിരുന്നു. അതായത് എല്ലാവരും പറഞ്ഞു ലൈക്ക് ഈ ഒരു കോൺസെപ്റ്റ് വീട്ടിലത്തെ കഴിക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ. നമ്മൾ പാക്കേജിങ്ങും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഒന്നിനും ഒരു കുറവ് വരരുത് എന്നുള്ള കോൺസെപ്റ്റ് എനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതായത് നമ്മൾ പുറത്തുനിന്ന് പോയിട്ട് കഴിക്കുന്ന സമയത്ത് ആ ഒരു ഏനോ താനോ എന്നല്ലാത്ത പോലെ വീട്ടിൽ കഴിക്കുന്നതിനും പുറത്തുനിന്ന് കഴിക്കുന്നതിനും ഉള്ള വ്യത്യാസം ഉണ്ടാവണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ക്വാണ്ടിറ്റി ഒരാൾക്ക് കറക്റ്റായിരിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിക്കാറുണ്ട്. അടുത്ത സൂപ്പർ ഹിറ്റ് റെസിപ്പി ആയിരുന്നു നമ്മുടെ അൽഫാം ചിക്കൻ 2 രീതിയിലാണ് ചെയ്തത്. ഒന്ന് ഒറിജിനൽ വേർഷൻ, ഒന്ന് ഗ്രീൻ ചില്ലി വേർഷൻ. അത് രണ്ടും സൂപ്പർ ഹിറ്റായിരുന്നു പറഞ്ഞാൽ സൂപ്പർ ഹിറ്റായിരുന്നു. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കുബൂസ് എങ്ങനെയാണോ പുറത്തുനിന്ന് കിട്ടുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ കോമ്പിനേഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2 രീതിയിലാണ് ചെയ്തതെന്ന് മാത്രം. ചില ആൾക്കാർക്ക് എയർ ഫ്രയർ വേണമായിരുന്നു, ചില ആൾക്കാർക്ക് ഗ്രില്ല് ചെയ്ത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഗ്രീൻ ചില്ലിയാണ് പോയത് കേട്ടുള്ളൂ. ഗ്രീൻ ചില്ലി വാസ് സൂപ്പർ ഹിറ്റ്. എനിക്ക് തോന്നുന്നു എന്താണ് പറയുക, ഒരുപാട് ക്വാണ്ടിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ക്വാണ്ടിറ്റി ഞാൻ ഉണ്ടാക്കിയത് ഗ്രീൻ ചില്ലിയുടെ ഓർഡറിനായിരുന്നു. ഒറിജിനൽ അൽഫാം എന്ന് പറയണത് ഐ തിങ്ക് ഒരു 3 ലെബനീസ് ഫാമിലി മാത്രമേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വാസ് വെരി കീൻ ഓൺ ഗ്രീൻ ചില്ലീസ് ആൻഡ് ഇറ്റ് വാസ് വെരി ഗുഡ്. നമ്മൾ പേഴ്സണലായിട്ടുള്ള രീതിയിൽ കഴിച്ചു നോക്കാതെ ഒരിക്കലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പല ടേസ്റ്റിൻ്റെ അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള മസാലകളുടെ മാറ്റങ്ങളും എല്ലാം തന്നെ നമ്മൾ സ്വയം വരുത്താറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ ഇതൊക്കെ പുരട്ടിയും വെക്കണം. അതെല്ലാം ചെയ്ത് പിന്നെ എയർ ഫ്രയറിലുള്ളതിനെ എയർ ഫ്രയറിൽ ചെയ്ത്, ഗ്രില്ല് ചെയ്യാനുള്ളതിനെ ഗ്രില്ലിൽ ചെയ്ത്, ആൻഡ് ഞാൻ വളരെ ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ തന്നെ കസ്റ്റമേഴ്സിന് വിനീസ് കിച്ചൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, കുക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഞാൻ ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാം കാണിക്കാറുണ്ട്. നമുക്ക് ഈ ഒളിവ് മറവൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൽ എല്ലാം എങ്ങനെയാണ് എയർ ഫ്രൈയിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഗ്രിൽ ചെയ്യുന്നത് എന്നെല്ലാം തന്നെ ഞാൻ കാണിക്കാറുണ്ട്. സോ യെസ്,
ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡിസിഷൻ ആൻഡ് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ അൽഫാം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. സംഭവം ഇത്തിരി മെനക്കെട്ട ഒരു ജോലിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ധൃതി വെച്ചിട്ടൊന്നും കാര്യം നടക്കില്ല. അതുകൊണ്ട് തന്നെ പെരട്ടലും പിട്ടിക്കലും രാത്രി തലേ ദിവസം ആക്കി വെക്കലും അതേമാതിരി ഗ്രില്ല് ചെയ്തത് വളരെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു വേറൊരു കാര്യം എന്താണെന്നറിയോ, ഇത് ഭയങ്കര ചൂടോട് കൂടിയിട്ട് തന്നെ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളൊരു ടെൻഷനാണ് ഈ അൽഫാം പോലെയുള്ള സംഭവങ്ങൾ, ഗ്രിൽ ചിക്കൻ പോലുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്കുണ്ടാവുന്ന ടെൻഷൻ. തണുത്ത് ആറി അങ്ങനെയുള്ളൊരു രീതിയിൽ കഴിച്ചാൽ പിന്നെ അവിടെ എന്ത് ടേസ്റ്റ് ഉള്ളു. അവരുടെ അടുത്ത് ഞാൻ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. ലൈക്ക് നിങ്ങളിപ്പോൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹീറ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൈക്രോ ഓവനിൽ ഇത്ര വെച്ചിട്ട് ഹീറ്റ് ചെയ്യണം എന്നുള്ളത് ക്ലിയർ ഇൻസ്ട്രക്ഷൻ അതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഹമ്മൂസ് ഉണ്ടായിരുന്നു, അതേമാതിരി ഗാർലിക് സോസ് ഉണ്ടായിരുന്നു, അതേമാതിരി കുബൂസ് ഉണ്ടായിരുന്നു, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, അതേമാതിരി എല്ലാ ഗ്രിൽ ചിക്കനും എല്ലാം റെഡിയായി. അപ്പുറത്ത് വന്നിട്ട് എന്താണ് പറയുക, എയർ ഫ്രയറിലുള്ളതെല്ലാം റെഡിയായി. അപ്പോൾ നമ്മളൊരു പ്രിപ്പറേഷനാണ്, മനസ്സിലായില്ലേ? ഇത് എന്താണ് അടുത്ത ദിവസം എന്നുള്ളതാണ് നമ്മൾ, അതായത് അടുത്ത ദിവസം വരാൻ പോകുന്നതാണ് നമ്മൾ പ്രീവിയസ് ഡേ നമ്മൾ പോസ്റ്റായിട്ട് ഇടുന്നത്. നാളെ ഇത് അവൈലബിൾ ആണ് കേട്ടോ എന്ന്. അപ്പം നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളേക്കുള്ളത് നിങ്ങളുടെ ഓർഡർ പ്രകാരം മാത്രമേ നമ്മൾ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അങ്ങനെ അൽഫാം ചിക്കൻ്റെ കഴിഞ്ഞു. പിന്നെ വന്നിട്ടുണ്ടായിരുന്ന ഒരു റിക്വസ്റ്റാണ് ഒരു ലഞ്ചിന് ഒരു 4 ദിവസത്തേക്ക് ലഞ്ച് വേണം വിനി. 4 ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും കേടാവരുത് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അതിൽ അവർ റിക്വസ്റ്റ് ചെയ്ത മെനു ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് അവിയൽ വേണമായിരുന്നു, അതേമാതിരി ക്യാബേജ് ഉപ്പേരി വേണമായിരുന്നു, ബീൻസ് തോരൻ വേണമായിരുന്നു, അതേമാതിരി കുമ്പളങ്ങ ഇട്ടിട്ടുള്ള മോരുകറി വേണമായിരുന്നു, മീൻ കറി വേണമായിരുന്നു, 2 വിധത്തിൽ ചോറ് വേണമായിരുന്നു, ഒന്ന് പൊന്നിയരി വേണമായിരുന്നു, പിന്നെ ഒന്ന് മട്ട വേണമായിരുന്നു. അപ്പോൾ ഒരു ഏകദേശം ഇപ്പോൾ എനിക്ക് അതായത് ഒരു 1 വീക്കിന് ഫുള്ളായിട്ട് എടുത്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും വരാൻ പറ്റില്ലല്ലോ വിനി, അപ്പോൾ വീട്ടിൽ ഫുഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സമാധാനമാണ്. അപ്പോൾ കറക്റ്റായിട്ട് വിനി എഴുതി തന്നാൽ മതി, തിങ്കളാഴ്ചക്കേ ചൊവ്വാഴ്ചക്കേ എന്ന് പറഞ്ഞ് എഴുതി തന്നാൽ ഞങ്ങൾ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചോളാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വേണ്ട സമയത്ത് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ എന്നാണ് അവർ പറയണത്. പിന്നെ സ്നാക്കിൽ നമ്മൾ വളരെ സൂപ്പർ ഹിറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു പഫ്സ്, അതായത് മുട്ട പഫ്സ്, ചിക്കൻ പഫ്സ്, വെജ് പഫ്സ്. പിന്നെ ഒരു സന്തോഷമായിട്ടുള്ള വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാക്കേജിൽ നമ്മുടെ ലോഗോ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, സ്റ്റിക്കേഴ്സ്. ഇത് ഒരുപാട് ആഗ്രഹിച്ച് ചെയ്തൊരു കാര്യമാണ്. എനിക്ക് കോസ്റ്റ് കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ഇനി എപ്പോഴാണോ നാട്ടിലേക്ക് വരുന്നത് ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് വരണം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ ഒരു സംഭവം എനിക്ക് കോസ്റ്റ് ഭയങ്കരമായിട്ട് തോന്നി. പക്ഷേ എന്നാലും ആവശ്യമാണല്ലോ നമ്മുടെ ബിസിനസ്സിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുമൊക്കെ നീറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉള്ള എക്സ്പീരിയൻസ് ആണ് നമ്മുടെ സപ്പർ ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ സപ്പർ ക്ലബിനുള്ള റെഡിയാക്കലായിരുന്നു നിങ്ങൾ കാണുന്നുണ്ടായിരുന്നത്. എന്തൊരു സംഭവം ചെയ്യാൻ പോവുകയാണെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ സപ്പർ ക്ലബിന് ഇപ്രാവശ്യം ഫുൾ ഹൗസ് ടേബിളായിരുന്നു. 6 പേര് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സപ്പർ ക്ലബ്ബ് ഞാൻ എപ്പോഴും പറയണ മാതിരി എൻ്റെ ഫ്ലേവേഴ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ് സപ്പർ ക്ലബിൻ്റെ പേര്. വാട്ട് ഈസ് എ സപ്പർ ക്ലബ് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദുബായിൽ ടോപ്പ് 15 ആയിട്ടുള്ള ഷെഫിൽ ഒരാളാണ് ഞാനും. ആൻഡ് നമ്മൾ റൺ ചെയ്യുന്ന സപ്പർ ക്ലബിൻ്റെ പേര് ഫ്ലേവേഴ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ്. നിങ്ങളൊരു ഷെഫിൻ്റെ വീട്ടിലേക്ക് ഒരു ഷെഫ് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മെനു കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരികയാണ്. അത് ഒരു എന്താണ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ബുക്ക് ചെയ്യും. നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ ആരാ കഴിക്കാൻ വരുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് അവരെ നിങ്ങൾ കാണുക. അപ്പോൾ എൻ്റെ സപ്പർ ക്ലബ്ബ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7:30-ക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ 7:30-ക്ക് ഓരോരുത്തരും വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിൽ വെച്ച് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും ഒരു വെൽക്കം ഡ്രിങ്കോട് കൂടിയിട്ടാണ് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അവർ കഴിക്കാൻ പോകുന്നത്, അതേമാതിരി തന്നെ അവർ എന്താണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, എവ്രിതിങ് വിത്ത് ഇൻഗ്രീഡിയൻറ്റ് ആൻഡ് ദ ഹിസ്റ്ററി ബിഹൈൻഡ്. പിന്നെ ഞാൻ ക്യൂറേറ്റ് ചെയ്ത മെനു ആണ്, എൻ്റെ ഡിസൈൻഡുള്ള മെനു ആണ് അത്. അതായത് ഒരു സപ്പർ ക്ലബ്ബിൽ നമ്മൾ ഷെഫിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ കാണുന്നത്. സോ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരുപാട് മെനൂസാണ് അതിൽ വരുന്നത്. അത് ഓരോന്നും സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താണ് പറയുക, ഓരോ ഡിഷും സപ്പർ ക്ലബ്ബിൽ എൻ്റെ യുണീക്കായിട്ടുള്ള ഡിഷസാണ്. അതായത് നാടനോ അങ്ങനെയുള്ള രീതിയിലല്ല,
അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ആ ഒരു സിഗ്നേച്ചർ നമ്മൾ ഇട്ട് വയ്ക്കും. അതായത് ദിസ് ഇസ് ഫ്രം വിനി എന്നുള്ള ഇതുള്ളതിന് വേണ്ടിയിട്ട്. സോ ഒരു പാനിപൂരിയാണ് നിങ്ങൾ കാണുന്നത്, എന്നാൽ പോലും ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുക, ചെമ്മീൻ മാങ്ങാക്കറി ഉണ്ട്, അതിൽ ആപ്പം വരുന്നുണ്ട്, ആൻഡ് എന്താണ് പറയുക, എൻ്റെ വെരി ഫേമസ് ലാവ ഇഡ്ലി ഉണ്ട്, ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് എ യുണീക്ക് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. അത് നമ്മൾ എക്സ്പീരിയൻസിനാണ് നമ്മൾ എന്താണ് പറയുക, നിങ്ങൾ ടേബിൾ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഒരു ഷെഫിൻ്റെ വീട്ടിൽ ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടെ നിങ്ങൾ ഡിന്നർ കഴിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് സപ്പർ ക്ലബ് ഓർ അണ്ടർഗ്രൗണ്ട് ഡൈനിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ആൻഡ് ഇറ്റ് ഈസ് സൂപ്പർ ഹിറ്റ് ഇൻ മേജർ സിറ്റീസ്. ആൻഡ് അത് എന്താ പറയുക, ദുബായിൽ ഇപ്പോൾ ഭയങ്കര ബൂമിംഗ് ആണ്. ആൻഡ് ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ്, ആൻഡ് ഐ എം വെരി ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ദാറ്റ് ഐ എം വൺ എമംഗ് ദ 15 ഷെഫ്സ് ഹു ഹാസ് 5-star റേറ്റഡ്. എന്താണ് പറയുക, ആ ഒരു ഇതോട് കൂടിയിട്ടാണ് നമ്മൾ വിനീസ് കിച്ചൺ സപ്പർ ക്ലബ്ബ് നടത്തുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് കേൾക്കാം. Tonight we had a wonderful casual experience at Chef Vinny's. Wonderful food, street experience. Each and every one of them is an experiment, full of taste. Wonderful evening. We shall be back again. Thank you so much. Yeah, it was a very nice experience for us. So thanks to our friends who invited us here. We had the chance to meet dear Chef Vinny and her amazing food. Thank you. And the ambience is really very nice. We had a wonderful evening full of taste. I really loved the food. They were different than the ones I knew. I usually have Indian food and I really enjoy it. Okay. And this one was a bit step ahead, so it was a very nice experience. Thank you. Thank you. Thank you. And also knowing the story of the dishes and hearing from you, how do you make kind of connection with your personal experience was also very good for me. Delicious food, thank you. Thank you. Thank you so much. It was a great night at Chef Vinny's kitchen tonight. So we really enjoyed the food, and that's the second time we came to Chef Vinny's kitchen, and we are looking for the third one. Everything was amazing. Thank you so much. Thank you. Thank you. Amazing as usual. We'll be back again. Thank you. Thank you so much. അങ്ങനെ ബ്യൂട്ടിഫുൾ റിവ്യൂ, വെരി ഗുഡ് സ്റ്റാർ റേറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവരുടെ കൂടെ ഒരു പിക്ചറും എടുത്ത് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എൻഡ് ഓഫ് എ വീക്ക്.